ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മഹേന്ദ്ര സ്കോർപിയോ ആണ്. വണ്ടി CRD എഞ്ചിനാണ്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിവില്ല. അതായത് കസ്റ്റമർ കംപ്ലൈന്റ്, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് കയറ്റം തീരെ കയറുന്നില്ല, പമ്മിയാണ് വണ്ടി കയറുന്നത്. അതുപോലെ തന്നെ വണ്ടി എഞ്ചിൻ റേസ് ആവുന്നതേ ഇല്ല. ആ ഒരു കംപ്ലൈന്റ് ആണ് ഈ വണ്ടിക്കുള്ളത്. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എഞ്ചിൻ തീരെ റേസ് ആവുന്നില്ല, വണ്ടിക്ക് തീരെ വലുവില്ല. അതായത് എഴഞ്ഞെഴഞ്ഞ് പോകുന്നതുകൊണ്ട് നമ്മൾ കാല് കൊടുത്താലും എഞ്ചിൻ റേസ് ആവുന്നില്ല, കാല് ഫുള്ള് കൊടുത്തെന്ന് പറഞ്ഞാലും വണ്ടി റേസ് ആവത്തില്ല. അതുപോലെ തന്നെ എഴഞ്ഞെഴഞ്ഞാണ് വണ്ടി പോകുന്നത്. അപ്പോൾ അത് എന്താണ് നോക്കാം. നമുക്ക് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരുമ്പോൾ ആദ്യം നമുക്ക് നോക്കുന്നത് ഇതിന്റെ എയർ ഫിൽറ്ററിന്റെ ഭാഗമാണ്. ഇതാണ് ഇതിന്റെ MAF സെൻസർ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിന്റെ എയർ ഫിൽറ്റർ വരുന്നത്. ഈ ഒരു എയർ ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സൈലോ, മഹേന്ദ്ര CRD എഞ്ചിനൊക്കെ വരുന്ന ഒരു ടൈപ്പാണ് ഇത്. XV500 ഇതിനൊക്കെ വരുന്നത് ഈ ഒരു ടൈപ്പ് എയർ ഫിൽറ്റർ ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ ഒരു ടൈപ്പിന്റെ എയർ ഫിൽറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഒരു ഓയിൽ വന്നിട്ട് സ്പോഞ്ച് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കാലപ്പഴക്കം കണ്ട് ഈ സ്പോഞ്ച് നേരെ MAF സെൻസറിന്റെ ഉള്ളിലായിട്ട് വന്ന് അടഞ്ഞിരുന്നു കഴിഞ്ഞാൽ വലിവ് തീരെ ഇല്ലാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ അത് ഇത് തന്നെയാണോ കംപ്ലൈന്റ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഇതിന്റെ എയർ ഫിൽറ്റർ അഴിക്കാം. ഇതിന് വേണ്ടിയിട്ട് ഫ്ലവർ ലിങ്കാണ് വരുന്നത്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് 4 ബോൾട്ട് വരുന്നുണ്ട്. ആ ബോൾട്ട് വെച്ചിട്ട് എയർ ഫിൽറ്റർ ഒന്ന് പൊക്കി നോക്കാം അത് തന്നെയാണോ കംപ്ലൈന്റ് എന്നുള്ളത്. ഇതാണ് ഇതിന്റെ 4 എലങ്കി ബോൾട്ട് വരുന്ന ഒരേ സൈസിലുള്ള ബോൾട്ടാക്കി എയർ ഫിൽറ്ററിന് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം. പൊക്കി നോക്കുമ്പോൾ ഇതാണ് ഇതിന്റെ എയർ ഫിൽറ്റർ. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്രയും പീസൊക്കെ ഇതിന്റെ ഇടയ്ക്ക് മിസ്സിങ് വന്നിട്ടുണ്ട്. അത് കുറേ പീസുകൾ ഇതിനകത്ത് മിസ്സിങ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനർത്ഥം ഈ പീസുകൾ ഇതിനുള്ളിലോട്ട് നോക്കിയാൽ ഈ പീസുകൾ നേരെ ബ്ലോക്ക് ആയിട്ട് എയർ ഫിൽറ്ററിന്റെ MAF സെൻസറിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ബ്ലോക്ക് ആയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ എയർ ഫിൽറ്റർ അഴിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ വണ്ടിക്ക് തീരെ വലിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. അത് എയർ ഫിൽറ്റർ പഴകിയത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ ഈ ക്ലിപ്പോട് അഴിച്ചിട്ട് എയർ ഫിൽറ്റർ അതുപോലെ തന്നെ ഈ സോക്കറ്റ് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഈ സോക്കറ്റ് അഴിച്ചിട്ട് ഇതിന്റെ എയർ ഫിൽറ്ററിന്റെ ബോഡി നമുക്ക് ഈ പൊക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ എയർ ഫിൽറ്ററിന്റെ ബോഡി അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിലോട്ട് നോക്കിയാൽ ഈ സ്പോഞ്ച് എല്ലാം കൂടെ കയറിയിട്ട് ഇതിനുള്ളിൽ വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ MAF സെൻസർ വരുന്നത്. അപ്പോൾ ഈ സെൻസർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എയറിന്റെ വാല്യൂം അളക്കാൻ അതുപോലെ തന്നെ ടെമ്പറേച്ചറും കാര്യങ്ങളൊന്നും MAF സെൻസർ അളക്കാതെ വരുമ്പോഴാണ് നമുക്ക് വണ്ടിക്ക് വലിവ് തീരെ കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ഈ സെൻസറിന്റെ ഭാഗം ബ്ലോക്ക് ആയിട്ട് ഇരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ഇത്രയും ഭാഗം ഇവിടെ ബ്ലോക്ക് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ ഈ എയർ ഫിൽറ്റർ നമുക്ക് പുതിയത് മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ പുതിയ എയർ ഫിൽറ്റർ എടുത്തിട്ടുണ്ട് എന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്ത് ഒരു ഓയിൽ ടൈപ്പാണ്, അതായത് ഓയിലാണ് ഇതിനകത്ത് വരുന്നത്. കമ്പനി വരുന്നത് അങ്ങനെ ഒരു ഓയിൽ ടൈപ്പ് എയർ ഫിൽറ്റർ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിന്റെ ഉൾഭാഗങ്ങളും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇതിനുള്ളിലോട്ട് ഇത് ഇടുമ്പോൾ ഇവിടെ ഒരു പാടുണ്ട്, അത് ഇടാൻ മറക്കരുത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഈ പാട് നമുക്ക് കയറ്റിയിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടേണ്ടത് ഇതിന് മുകളിലും ഒരു പാട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിന് ഉൾഭാഗം എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സെൻസർ അഴിക്കാനായിട്ട് ഈ 2 അല്ലെങ്കിൽ അഴിച്ചു കഴിഞ്ഞാൽ ഈ സെൻസർ അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ 10 അഴിച്ചു കഴിഞ്ഞാൽ ഈ കപ്പ് ഉൾപ്പെടെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഫുള്ളായിട്ട് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാട് വരുന്നത് ഈ ഭാഗത്തായിട്ടായിരിക്കും ഈ പാട് വരുന്നത്. ഇങ്ങനെയായിരിക്കും ഇതിന്റെ പാട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഈ വണ്ടി വലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, വണ്ടി പമ്മ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ സ്കോർപിയോ പോലുള്ള CRD ആയാലും എംബോക്ക് ആയാലും ഈ ടൈപ്പ് എയർ ഫിൽറ്റർ വരുന്ന ഒരു ടൈപ്പിന് നമ്മൾ ആദ്യം നോക്കേണ്ടത്, ഇത് നമുക്ക് എയർ അടിച്ചിടാൻ പറ്റുന്ന ഒരു ടൈപ്പ് എയർ ഫിൽറ്റർ കാര്യങ്ങളൊന്നും അല്ല, ഓയിൽ ടൈപ്പ് എയർ ഫിൽറ്ററാണ് വരുന്നത്. അപ്പോൾ ആദ്യം നോക്കേണ്ടത് എയർ ഫിൽറ്ററാണ് നോക്കുന്നത്. എയർ ഫിൽറ്റർ പൊടിഞ്ഞിട്ടുണ്ടോ നോക്കി. എയർ ഫിൽറ്റർ പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ MAF സെൻസർ, ഇതാണ് ഇതിൻ്റെ MAF സെൻസറിൻ്റെ അവിടെ വന്നിട്ട് ബ്ലോക്ക് ആയിട്ട് നിൽക്കും. ബ്ലോക്ക് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ വണ്ടി വലിക്കാത്ത ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മഹേന്ദ്ര സ്കോർപിയോയുടെ പിക്കപ്പിന് ഡ്രോപ്പിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.